ഹായ് ഫ്രണ്ട്സ്, ഞാൻ നോക്കാൻ പോകുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന സന്ദേശം എന്താണെന്നാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതിനുമുമ്പ് ഷൈനി ക്രിഷ് ടാരോറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ജനറൽ റീഡിംഗ് ആണ്. സെക്കൻഡ് നമുക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റാർ, നൈറ്റ് ഓഫ് വാൻഡ്സ്, സിക്സ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡ്സ് ആണ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ സെവൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ചീറ്റിംഗ് എനർജി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും കണ്ണും പൂട്ടി വിശ്വസിക്കണം. അതായത് നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ കരുതും. കാരണം നിങ്ങളെല്ലാവരെയും സത്യസന്ധമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരാളെ സ്നേഹിച്ചാൽ അത്രയും സത്യസന്ധമായിരിക്കും നിങ്ങളുടെ പ്രവൃത്തി. നിങ്ങൾക്ക് നേരെ പോവാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ മുഖത്ത് നോക്കി പറയും. ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖത്ത് ദേഷ്യമായിരിക്കും പ്രകടമാകുന്നത്. അല്ലാതെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് തിരിഞ്ഞു നിന്ന് കുത്തുന്ന ക്യാരക്ടർ അല്ല നിങ്ങൾക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും അതുപോലെ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ബാക്ക് സ്റ്റാബാണ്. അവർ നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചിട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളെക്കുറിച്ച് കുപ്രചാരങ്ങൾ നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കരിയറിലും മൊത്തമായിട്ട് ജനറലായിട്ട് അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കരിയറിലും ജോലി സ്ഥലത്തും ഒക്കെ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒരുപാട് മനം നൊന്തിട്ടുമുണ്ട്. കാരണം നമ്മൾ അത്രയും വിശ്വസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അത്രയും അത് വേദനാജനകമാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിരുന്നത് സ്റ്റാറാണ്. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സ്റ്റാർ, ഒരു ഹീലിംഗ് നടക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ കൂടെ നിന്നവരുടെയും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ കരിയറിലോ എന്ത് കാര്യത്തിലാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടും. നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്ത് വരും. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്കൊരു പ്രതീക്ഷിക്കാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതുവരെ നിങ്ങൾ ബാക്ക് സ്റ്റാബൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അതിനൊരു തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അനുകൂലമായി വരും എന്നാണ് കാണുന്നത്. അതിപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ, കരിയർ, ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെ നിന്ന വ്യക്തികൾ ഇനി സിറ്റുവേഷൻസ് എല്ലാം മാറും. നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു പ്രതീക്ഷയും സന്തോഷവും പോസിറ്റിവിറ്റിയും ഒക്കെ വരും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് വന്നത്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല അതിലൊരു നിങ്ങളിപ്പം കരിയർ, ജോബ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിലെല്ലാം ഒരു സ്റ്റെബിലിറ്റി വരും, ഒരു ഗ്രോത്ത് വരും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക. പല കാര്യങ്ങളിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആയി പോവുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ സമാധാനവും സന്തോഷവും അതൊക്കെയാണ് വേണ്ടതെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. ഇതുവരെ നടന്ന കാര്യങ്ങൾ, ചീറ്റിംഗ് എനർജിയും ബാക്ക് സ്റ്റാബും അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിനെ മാത്രം നോക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ്. ഇത് കൂടുതലും കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കാര്യവും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ഇത് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ജനറലായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഓഫർ വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ വരിക, ഒരു അവസരം വരിക. അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓഫറോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒരു ഹാപ്പി ന്യൂസ് എങ്കിലും നിങ്ങൾക്ക് വരും. കുറച്ച് പേർക്ക് നിങ്ങൾ ഒരിക്കലും നടക്കില്ല, ഇതൊന്നും സക്സസ് ആവില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു തഴഞ്ഞു വെച്ചിരുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമായുള്ള ന്യൂസ് നിങ്ങൾക്ക് വരും. പിന്നെ കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ ആരെങ്കിലും പഴയ ഫ്രണ്ട്സ് അത്രയും സ്നേഹിച്ചിരുന്ന, ചിലപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ രീതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത്. ചിലർക്ക്, കുറച്ച് പേർക്ക് നിങ്ങൾ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നിങ്ങൾ മീറ്റ് ചെയ്യും, അവരോടൊപ്പം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യും. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വ്യക്തി കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഒരു പാർട്ട്ണറായിട്ടായിരിക്കാം വരുന്നത്. നമുക്ക് റിലേഷൻഷിപ്പിൽ പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് നോക്കാം. ഞാൻ കാർഡുകളൊന്ന് ഷഫിൾ ചെയ്യട്ടെ. റിലേഷൻഷിപ്പിൽ നൈറ്റ് ഓഫ് സോഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് സോഡ്സ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്.
ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഞാൻ ആൾറെഡി അതിൽ നമ്മൾ നോക്കിയപ്പോഴും സ്റ്റാർ ഹീലിംഗ് വരും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിലും ക്യൂൻ ഓഫ് കപ്സും പറയുന്നത് നിങ്ങളൊന്ന് സ്റ്റേബിൾ ആവും. കാരണം കുറേ സ്ട്രഗിൾസ് ബാക്ക് സ്റ്റാബിലൊക്കെ നിങ്ങൾ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായി അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ആ വേദന നമ്മളിങ്ങനെ കുത്തി കുത്തി വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര മറക്കണം, നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ചാലും അത് നമ്മളെ മൈൻഡ് അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മളെ അത് തളർത്തിക്കൊണ്ടിരിക്കും. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടും. നിങ്ങൾ സ്റ്റേബിൾ ആവും. അതായത് ഒരു ബാലൻസ്ഡ് മൈൻഡ് നിങ്ങൾക്ക് കിട്ടും. എല്ലാം ബാലൻസ്. അതാണ് ഈ ലൈഫിൽ ഏറ്റവും എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തും നേടിയെടുക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു മൈൻഡിൽ എത്തിച്ചേരും. അത് മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ കൗൺസിലിംഗ് ചെയ്യാം. അതായത് സ്വയം ഹീലാകുന്നത് മാത്രമല്ല മറ്റുള്ളവരെയും ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അത് മാത്രമല്ല നിങ്ങൾ ഒത്തിരി ഗീവിങ് നേച്ചറാണ്. എന്തൊക്കെ നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബ് വെച്ചാൽ എന്തൊക്കെ ചെയ്താലും അവർ വന്നൊന്ന് സോറി പറയുകയോ അല്ലെങ്കിൽ അവർ ഒന്ന് സ്നേഹം നടിച്ച് കാണിച്ചാൽ പോലും നിങ്ങളുടനെ വിശ്വസിച്ച് എല്ലാം കൊടുക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അതിലൊന്ന് ശ്രദ്ധിക്കൂ, നിങ്ങൾ എപ്പോഴും ഗീവിങ് നേച്ചർ ആയിരിക്കരുത്. നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുക. അത് കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയി ഇരിക്കാനാണ് പറയുന്നത് പ്രപഞ്ചം. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോട്സ് വന്നിട്ടുണ്ട്. നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യം നോക്കിയപ്പോഴും നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോട്സും പറയുന്നത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പം ചിലപ്പോൾ ഒരു ബ്ലോക്ക് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു അകൽച്ച, ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ആ പഴയ ഒരു ബോണ്ട് ഇല്ലെങ്കിൽ അത് തിരിച്ചു വരുമെന്നാണ് കാണുന്നത്. കാരണം നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലുള്ള തുറന്നു പറയുമ്പോഴാണ് ആ സ്ട്രെസ് ഒന്ന് മാറിപ്പോകുന്നതും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇത് നമ്മൾ പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടും, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ. സോ അത് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ബ്ലോക്ക് സിറ്റുവേഷൻ ഇങ്ങനെ അകൽച്ചയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ആ സൈക്കിൾ, ആ ഒരു ചക്രം നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിയുന്നു. അത് ആ ലക്ക്, ഭാഗ്യം എല്ലാം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്നാണ് പ്രപഞ്ചം പറയുന്നത്. കുറേയധികം ദിവസമായിട്ട് നിങ്ങളൊരു കാർമിക് സൈക്കിളിലൂടെ, അതായത് ഒരേ ചാലഞ്ചസ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്ന് വിട്ട് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനൊരു എൻഡിങ് വരുന്നു എന്നാണ് പ്രപഞ്ചം പറയുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, ആ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോകുന്നു. ആ ചക്രം ഇങ്ങനെ കറങ്ങി നിങ്ങളുടെ സൈഡിലേക്കാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം റിലേഷൻഷിപ്പിൽ വരുമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോട്സ് വന്നിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരും, പുതിയ തുടക്കം വരും. അതായത് പുതിയ തുടക്കം മാത്രമല്ല, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അതായത് ചില റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചോ ഈ ബന്ധത്തെക്കുറിച്ചോ ഒക്കെ നിങ്ങൾ കുറേ ഡൗട്ടും കൺഫ്യൂഷനിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നത് ശരിയാവില്ലേ, എന്താണ് എന്നോട് സ്നേഹമുണ്ട്, ഇങ്ങനെ കുറേ ഡൗട്ട്സിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, ഒരു വ്യക്തത കിട്ടും എന്നാണ് കാണുന്നത്. ചില സത്യങ്ങൾ നിങ്ങൾ അറിയും എന്നാണ് കാണുന്നത്. നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ആ വ്യക്തതയും നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതും മുഖേന നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. ഇതാണ് ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ സന്ദേശം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിനുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.